ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ വിചാരിച്ചു. നമ്മൾ ഇന്ന് പറമ്പിലൊക്കെ നമ്മൾ നടക്കാമെന്നല്ല വിചാരിച്ചാൽ ഞങ്ങൾ പറമ്പിൽ മരം മുറിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ നമുക്ക് മാങ്ങ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കഴിച്ച് നോക്കിയാലോ. ഗായ്സ്, 2 പഴുത്ത മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലോ, ചെറുതായിട്ട് പഴുത്തില്ല, മുഴുവനായിട്ട് പഴുത്തിട്ടൊന്നുമില്ല, എന്നാലും പഴുത്തു. അടിപൊളി മാങ്ങയാണ്. അപ്പോൾ ഒരാളിതാ ഇവിടെ കാവലിരുന്നിട്ടുണ്ട്. മാങ്ങ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കുരുമുളക്. ഒരാളിവിടെ തീറ്റ കളിക്കുക ഗൈസ്. അപ്പം ഞാൻ ഇതൊന്ന് മിക്സാക്കി എടുക്കട്ടെ. ഒരു മാങ്ങ മുറിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എന്താ വെച്ചാൽ രസം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, വെറുതെ 2 മുറിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് മാത്രം മുറിച്ചിട്ടുള്ളൂ കേട്ടോ. ഗൈസ്, ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ ഉപ്പും മുളക് പൊടിയും കൂട്ടി തിന്ന അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എന്നാലും കുരുമുളക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ മാങ്ങ കഴിച്ച് കഴിഞ്ഞ് ഈ മാങ്ങേൻ്റെ ഉള്ളിൽ കുറച്ച് നാരുകളൊക്കെ ഉണ്ട്. ആ നാരുകളൊക്കെ ഈ പല്ലിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ മരം മുറിക്കുന്നുണ്ട്, അപ്പം നമുക്ക് അതും കൂടെ കാണാൻ പോണേ. നമ്മളെ പറമ്പിലെ എല്ലാ മരവും മുറിച്ചു കേട്ടോ, പുതിയ തൈകൾ വെക്കാമെന്ന് വെച്ചിട്ട്. കാരണം പഴയ റബ്ബർ തൈകളായതുകൊണ്ട് ഒരുപാട് നമ്മൾ റബ്ബർ വെട്ടി കഴിഞ്ഞ് പരമാവധി അതിൽ നിന്ന് ഊറ്റാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയത് എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ മുറിച്ച് കളയുന്നത്. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലം ആകുമ്പോഴേക്കും എല്ലാം നട്ട് വളർത്തി കൊണ്ടുവരണം. അവിടെ നിന്ന് ഇതാ ഒരാൾ വിറക് കൊത്തി കൂടുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം അപ്പുറത്തുനിന്ന് പറിച്ച ചക്കയാണേ. ഇത് ഇന്നലെ തന്നെ മുറിച്ച് വെച്ചുകൊണ്ട് കുറച്ച് മധുരം വന്നിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് വന്നേ കേട്ടോ. നല്ല വരിക്കച്ചക്ക കേട്ടോ, ചെറിയൊരു മധുരമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നിങ്ങൾക്ക് നമ്മളൊരു സാധനം കാണിച്ചത്, ഇത് ചെറിയൊരു പാവയ്ക്കാണ് കേട്ടോ. ഇതിനുള്ളിൽ ചെറിയ വിത്തുകളുണ്ടാവും, ചുമന്ന കളറായിരിക്കും, നല്ല മധുരം ഉണ്ട് കേട്ടോ. സാധനം കഴിക്കാൻ സൂപ്പർ കേട്ടോ. ഇതിനുള്ളിലത്തെ കായ് പക്ഷെ അതിൻ്റെ തൊണ്ട് നല്ല കയ്പ്പാണ്. പാവയ്ക്കേൻ്റെ കുഞ്ഞൊരു പാവയ്ക്ക, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ മോനൂട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഓൻ എണീച്ചപാട് ഓൻ്റെ ചേച്ചി ഒരു മിഠായി കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ പഴയ കാലത്തെ പോപ്പിൻസ് മിഠായി. ഇനി അതും കഴിച്ച് നമ്മൾ നേരെ പറമ്പിലേക്കാട്ടോ പോകുന്നത്. അവനെ എടുത്താൽ പോകാത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അവൻ്റെ കയ്യിൽ. ടാറ്റ പറഞ്ഞു, ടാറ്റ പറഞ്ഞു, ടാറ്റ. നമ്മളിപ്പോൾ പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങിയത്. ഞങ്ങളെ പറമ്പൊക്കെ അങ്ങനെ കാലിയായി കേട്ടോ ഗൈസ്. ഇപ്പം മഴക്കാലം അടുപ്പിച്ച് മുറിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി അടുത്ത വെയിലിന് ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഇതാൾ ചക്ക എടുത്ത് നമ്മളെ പുറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. താഴെ നോക്കി വാ, താഴെ നോക്കി. മരം മുറിച്ച ശേഷം നമ്മളെ ബാക്കിലുള്ള ഫോറസ്റ്റൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മൊത്തം ഫെൻസിങ് ഇട്ടുകൊണ്ട് നമ്മളെ കാട്ടുമൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ. നമുക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിലെ പ്ലാവിനകത്തുള്ള ചക്ക കാണിച്ചതേ. അതിൽ തറ്റത്ത് വരെ ചക്ക ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെന്തായാലും ഇനി വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. അവൻ എണീറ്റിട്ട് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പോയി ഭക്ഷണമെല്ലാം കൊടുക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ.
ചക്ക കളയാനായിട്ട് നടക്കുന്നതാണോ നടക്ക്? അമ്മ നല്ല പണിയിലാണ് കേട്ടാ. ഇന്നധികം വെയിലില്ലാത്തതുകൊണ്ട് അമ്മ ഇപ്പം ഇറങ്ങിയേക്കുന്നത്. അല്ലെങ്കിൽ വെയിലിൻ്റെ ചൂട് കൊണ്ട് നിൽക്കാൻ പോലും പറ്റൂല. മരത്തണലിൽ നിൽക്കാന്ന് വെച്ചാൽ മരം പോലും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ചെക്കന് പോയി ഭക്ഷണമെല്ലാം കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ഗൈസ്.